UAE എക്സ്ചേഞ്ച് പ്രവാസ ലോകത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. വീണ്ടും ഒരു പാർലമെന്റ് തിരഞ്ഞെടുപ്പ് സമാഗതമാവുകയാണ്. ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ രാജ്യത്തിനു വേണ്ടിയും പ്രവാസികൾക്ക് വേണ്ടിയും നിരവധി തവണ ശബ്ദമുയർത്തിയ ഇന്നസെന്റും സമ്പത്തും രാജീവും ശ്രീമതി ടീച്ചറും PK ബിജുവും എല്ലാം വീണ്ടും നിങ്ങളുടെ മുന്നിലെത്തുകയാണ്. പ്രവാസവും പ്രവാസിയും നിരവധി പ്രതിസന്ധികൾ നേരിടുന്ന ഈ കാലഘട്ടത്തിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ ഇനിയും പാർലമെന്റിൽ എത്തേണ്ടത് നമ്മുടെ ആവശ്യമാണ്. വോട്ടവകാശമുള്ള പ്രവാസി കുടുംബങ്ങൾക്ക് ഈ വാർത്ത നിങ്ങൾ പകരുമെന്ന വിശ്വാസത്തോടെ ഈ ആഴ്ചയിലെ പ്രവാസ ലോകം ഇവിടെ ആരംഭിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാ മാന്യ പ്രേക്ഷകർക്കും UAE എക്സ്ചേഞ്ച് പ്രവാസ ലോകത്തിലേക്ക് സ്വാഗതം. മസ്കറ്റിലെ ഇന്ത്യൻ എംബസിയിൽ പാസ്പോർട്ട് പുതുക്കുന്നത് ഉൾപ്പെടെയുള്ള സേവനങ്ങൾക്ക് ഓൺലൈൻ സംവിധാനം നിലവിൽ വന്നു. എംബസി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സ്ഥാനപതി മുന്നു മഹാവീർ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ പാസ്പോർട്ട് സേവന സംവിധാനം വിവിധ രാജ്യങ്ങളിലെ എംബസികളിലേക്ക് കൂടി വ്യാപിക്കുന്നതിന്റെ ഭാഗമായാണ് മസ്കറ്റ് ഇന്ത്യൻ എംബസിയും സേവനങ്ങൾ ഓൺലൈനിലൂടെ നടപ്പാക്കുന്നത്. പാസ്പോർട്ട് സേവനങ്ങളിൽ നേരിട്ട് കൊണ്ടിരുന്ന കാലതാമസങ്ങളും മറ്റു തടസ്സങ്ങളും ഇല്ലാതാക്കുവാൻ ഓൺലൈൻ സംവിധാനം സഹായകമാകുമെന്ന് സ്ഥാനപതി പറഞ്ഞു. പാസ്പോർട്ട് സംബന്ധമായ ഏത് ആവശ്യങ്ങൾക്കും ഇനി മുതൽ എംബസിയുടെ വെബ്സൈറ്റ് മുഖേനയാണ് അപേക്ഷ നൽകേണ്ടത്. വെബ്സൈറ്റിൽ അപേക്ഷ സമർപ്പിച്ച ശേഷം അപേക്ഷയുടെ ഒരു പ്രിന്റ് ഔട്ടിൽ ഫോട്ടോ പതിപ്പിച്ചൊപ്പിട്ട് ആവശ്യമായ ഫീസ് സഹിതം നേരിട്ട് BLS ഓഫീസിൽ ഇവ സമർപ്പിച്ചാൽ മതി. വീണ്ടും ഒരു മനുഷ്യക്കടത്തിന്റെ കഥയാണ് പ്രവാസ ലോകം ഇവിടെ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. എന്തായാലും ഈ കഥയിലെ കഥാപാത്രത്തിന് മസ്കറ്റിലെ ഞങ്ങളുടെ പ്രവർത്തകരുടെ ഇടപെടലിലൂടെ മോചനം ലഭിക്കുകയുണ്ടായി. ഇന്ന് തനിക്ക് നേരിട്ട ദുരന്തത്തിന്റെ ചിത്രവുമായി ലിസി നമ്മളുടെ മുന്നിലുണ്ട്. ചോദിച്ചറിയാം ലിസിയോട്. എന്നെ ജൂലൈ 2018 ജൂലൈ 18 എന്നെ ഇവിടുന്ന് ദുബായിലേക്ക് ജോലി എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോയത്. അപ്പോൾ അവിടെ നേരിട്ട് അറബി വന്നിട്ട് കൊണ്ടുപോകുന്ന പറഞ്ഞ. അപ്പോൾ ഒരാൾ വന്നിട്ട് മലയാളിയല്ല, ആള് ഹിന്ദിയൊക്കെ സംസാരിച്ച ആൾ വന്നിട്ട് കാറിൽ കയറ്റി കൊണ്ടുപോയി. അപ്പം നേരെ ഒരു ഷാർജയിലൊരു ഓഫീസിലാണ് കൊണ്ടുപോയത്. അപ്പോൾ 15 ദിവസത്തോളം അവിടെ കഴിഞ്ഞ് അവിടെ കുറേ ആൾക്കാരുണ്ട്. അവരുടെ ഇടയിൽ ഞാൻ മലയാളിയായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഭാഷ അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. ആഹാരം ഇതൊക്കെ ആ ഒരു വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അവിടെ ഞാൻ കഴിഞ്ഞത്. അവിടെ ഇങ്ങനെ കുറേ ഇങ്ങനെ പെമ്പിള്ളേരെയൊക്കെ ഇങ്ങനെ പല സ്ഥലത്തു നിന്നായിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് അവിടെ ആക്കിയിട്ടുണ്ട്. ഒരു ഫ്ലാറ്റ് നിറച്ചുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്നവരെ ഇങ്ങനെ ഓരോരുത്തരെ കൊണ്ട് കാണിക്കുന്നു. അവരിങ്ങനെ ഇഷ്ടപ്പെടുന്നവരെ കൊണ്ടുപോകുന്നു. അങ്ങനെ ഒരു ഇതായിരുന്നു. അപ്പോൾ എനിക്ക് വീട്ടിലോട്ടൊന്നും വിളിക്കാനോ പറക്കാനോ ഒന്നും ഒരു ഇതും എനിക്ക് പറ്റിയില്ല. അപ്പം ഫസ്റ്റ് ഒരു ദിവസം ഞാൻ അത്രയും ദിവസവും കരച്ചിലായിരുന്നു. ഈ 15 ദിവസവും കരച്ചിലായിരുന്നു. കരഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഒന്നുകിൽ എനിക്ക് ജോലി തരണം, ഇല്ലെങ്കിൽ എന്നെ നാട്ടിൽ കയറ്റി വിടാൻ പറഞ്ഞ്. ഞാൻ ഒരു ദിവസം അമ്മയെ വിളിച്ചു, അവരുടെ ഫോണിൽ നിന്ന് വിളിച്ചു. അപ്പോൾ അവരതിന് ചോദിച്ച വില എനിക്ക് താങ്ങാവുന്നതിനപ്പുറത്തും ഒരു വില എന്നോട് ചോദിച്ചു. അപ്പോൾ അവർ വേറെ ഒരു ഇതിൽ സംസാരിച്ച് ഫോൺ വിളിച്ച് തരാം, അതിന് ഒരു ദിവസം അയാളുടെ ഒരു ഇതിന് നിൽക്കണം എന്ന് പറഞ്ഞാൽ അവന് പറ്റില്ല. ഞാൻ അങ്ങനെ ഏജൻറ്റിനെ വിളിപ്പിച്ചു. അപ്പോൾ ഇവിടെ തിരുവനന്തപുരത്ത് തന്നെയാണ് അജീഷ് ഖാൻ എന്ന് പറഞ്ഞിട്ട്, അയാളാണ് ഇതിൻ്റെ എല്ലാം. അജീഷ് ഖാൻ അവിടെ മാക് ട്രാവൽസ് എന്ന് പറഞ്ഞിട്ട് ട്രാവൽസ്, ഈ കാവേരി സുരേഷ് അവരുടെ ഒരു ആളാണ്. ഈ സുരേഷാണ് ആള് കൊണ്ടുവന്ന് ഇവർക്ക് കൊടുക്കുന്നത്, ഈ മാക് ട്രാവൽസ്. അങ്ങനെ അവര് തന്നെയാണ് എല്ലാം ഇങ്ങനെ ചെയ്തത്. അപ്പോൾ അജീഷ് ഖാനെ വിളിച്ചു. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല, എന്നെ നാട്ടിൽ വിടണം, എനിക്കിവിടെ ഇങ്ങനെ ശരിയാവില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ ഈ അജീഷ് ഖാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ അതൊന്നും പറ്റൂല, ഞങ്ങൾ ഒരുപാട് പൈസയൊക്കെ ഇങ്ങനെ ചിലവായി, അതുകൊണ്ട് തന്നെ ഇങ്ങനെ കയറ്റി വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞ്. ഞാൻ ചെന്നാൽ എനിക്ക് ജോലി തരാൻ പറയാം, എനിക്ക് വീട്ടിൽ എൻ്റെ അവസ്ഥ മോശമാണ്, അമ്മയ്ക്ക് മരുന്ന് വാങ്ങണം, വീട്ടിലെ മക്കളുണ്ട്, അവരുടെ കാര്യങ്ങൾ നോക്കണം, ഇങ്ങനെ എനിക്ക് നിന്നാൽ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഒരു 16-ാമത്തെ ദിവസം വന്നിട്ട് ആ ജോലി ശരിയായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയത്. കാറിൽ കയറ്റിയിട്ട് ആ വന്ന ആൾ തന്നെയാണ് കൊണ്ടുപോയത്. ആ ഹിന്ദിയൊക്കെ പറയുന്ന ആളാണ് കൊണ്ടുപോയത്. കൊണ്ടുപോയിട്ട് അവർ നേരെ മസ്കറ്റിലൊരു ഓഫീസിൽ കൊണ്ടുവന്നു. ആ ഓഫീസിൽ ഒരു എത്രയും മണിക്കൂർ എടുത്ത് അവിടെ എത്താൻ തന്നെ. അപ്പോൾ മസ്കറ്റിൽ കൊണ്ടുവന്നു. അവിടെ ഒരു ഓഫീസിൽ, അവിടെ ആ 2 ഓഫീസിൽ ഈ കാർഡാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. ഈ ഷാർജ ഓഫീസിൽ പിന്നെ മസ്കറ്റിലെ ഓഫീസിൽ. അപ്പോൾ ഈ അവിടെ കൊണ്ടുവന്നിട്ട് അപ്പോൾ അവിടെ വന്നപ്പോൾ സ്പോൺസർ ഉണ്ട്. അപ്പോൾ അവർ കൊണ്ടുപോയി. അവിടെ ചെന്ന് ഇപ്പോഴത്തേക്ക് തന്നെ അവരെൻ്റെ ഫോണും എല്ലാം വാങ്ങി അങ്ങ് വെച്ച് ചെന്നപ്പോൾ അവിടുത്തെ ഉമ്മക്ക് 14 മക്കൾ.
14 മക്കളും അതിൻ്റെ കുറേ കുട്ടികളുടെ എല്ലാവരും ഇടയ്ക്ക് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഫോൺ ചെയ്യാൻ പാടില്ല, ഫുൾ ടൈം വർക്ക്, ആഹാരം ശരിക്കും തരത്തില്ല, എല്ലാം പിള്ളേരൊക്കെ കൈ കിട്ടുന്ന എടുത്ത് അടിയും. ഒരു വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. ഭാഷ അറിയാത്തതുകൊണ്ട് അതിൻ്റെയൊക്കെ ഒരിതുണ്ടായിരുന്നു. ലാസ്റ്റ് ഞാൻ ഇങ്ങനെ ശമ്പളത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് 2 മാസം കൂടുമ്പോഴേ ശമ്പളം തരുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ 45 ദിവസത്തോളം അവിടെ നിന്നപ്പോൾ ഞാൻ പിന്നെ എനിക്ക് പറ്റുന്നില്ല. കാരണം ജോലിയുടെ ഇതും എല്ലാം കൊണ്ട് അന്ന് 2 ഗതാഗതം ഉണ്ടായിരുന്നിടത്താണ് അവസാനം ആ ഒരെണ്ണമായത്, ഞാൻ മാത്രമായത്. ആര് വന്നാലും നിൽക്കത്തില്ല. കാരണം ആ മക്കളൊന്നും ശരിയല്ല. നമുക്ക് രാത്രി ഒന്ന് ഉറങ്ങണമെങ്കിൽ തന്നെ പേടിച്ചിട്ട് കിടന്ന് ഉറങ്ങുന്ന ആ ഒരു അവസ്ഥയായിരുന്നു അവിടെ ഞാൻ നേരിട്ടുകൊണ്ടിരുന്നത്. അവസാനം ഞാൻ പറഞ്ഞു എനിക്ക് ഓഫീസിൽ പോകണം, എന്നെ നാട്ടിലേക്ക് എന്നെ കയറ്റി വിടാൻ പറയണമെന്ന് പറഞ്ഞ് അവിടുത്തെ ഒരു മൂത്ത മകളാന്ന് തോന്നുന്നു, ഒരു മകൾ വന്നിട്ട് എന്നെ ചവിട്ടി തള്ളിയിട്ട് അടിച്ച് ആകെ വേണ്ട എന്നെ ശരിക്കും ഉപദ്രവിച്ചു. അങ്ങനെ ഞാൻ പറഞ്ഞു ഇനി ഞാൻ ജോലിയില്ലാന്ന് പറഞ്ഞു. അപ്പോഴെന്നെ ഒരു ഓഫീസിൽ കൊണ്ടുവന്നാക്കി. ഓഫീസിൽ ചെന്നപ്പോൾ അവിടുത്തെ ഓഫീസിൽ അവരുടെ വക അവിടെ ഇട്ട് എന്നെ അടിച്ച് ശരിക്കും അവമാനിച്ച്, എൻ്റെ ഡ്രസ്സൊക്കെ വാരി എറിഞ്ഞ് വേണ്ട ഇതൊക്കെ കാണിച്ച്. അങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ ഒന്നുകിൽ എന്നെ നാട്ടിൽ വിടില്ലെങ്കിൽ ഞാൻ ചത്ത് കളയുമെന്ന് പറഞ്ഞു. എനിക്ക് പറ്റില്ല, ഇങ്ങനെ എനിക്ക് തുടർന്നു പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ 8 ദിവസം വരെ പിന്നെ ആ ഓഫീസിൽ അവർ ഭയങ്കരമായിട്ട്, കാരണം നമ്മൾ വെള്ളം പോലും എടുത്ത് കുടിക്കാൻ അവർ സമ്മതിക്കത്തില്ല. ആ ഓഫീസിൽ സുഡാനിയ ഒരു ഉട്ടോപ്യക്കാരിയാണ്. അപ്പം അവർ ആഹാരമൊക്കെ എന്തെങ്കിലും കൊണ്ട് തരും, അത് നമ്മൾ കഴിക്കുക. വെള്ളം നമ്മൾ വെളിയിൽ പോയി എടുത്തുകൊണ്ടൊന്ന് കുടിക്കണം എല്ലാം. അങ്ങനെ ഒരു അവസ്ഥയിൽ അവിടെ ആയിരുന്നു. പിന്നെ 8 ദിവസം കഴിഞ്ഞപ്പോൾ അടുത്ത സ്പോൺസർ വന്ന് അവിടെ കൊണ്ടുപോയി. ഇവിടെ ലിവയിലായിരുന്നു. അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ടാണ് പിന്നെ 1 മാസമായിട്ടും മെഡിക്കലും എടുക്കുന്നില്ല. ജോലി എന്ന് പറഞ്ഞാൽ ഈ തേനിൻ്റെ ബിസിനസ്സൊക്കെ ഉണ്ട് അവർക്ക്. അപ്പോൾ ഈ തേനിൻ്റെ ഫുള്ള് ദിവസം 1000-500 കുപ്പി തേനിൻ്റെ ഇതും ചെയ്യണം. ഈ വീട് ഒരു 2 നില വീടാണ്. അവർക്ക് തന്നെ അറബിക്ക് തന്നെ 6 മക്കളാണ്. 6 മക്കളുണ്ട്, വൈഫുണ്ട്. അവർ 1 മിനിറ്റ് എനിക്ക് റെസ്റ്റ് തരാതെ ജോലി. കഴിക്കാൻ തരുന്ന 1 കുബൂസ്, 2 കുബൂസ്, 1 ചപ്പാത്തി, ഇതൊക്കെ എനിക്ക് കഴിക്കാൻ തരുന്ന. ആഹാരം ശരിക്കും തരത്തില്ല, ഡ്രസ്സ് വാങ്ങി തന്നിട്ടില്ല, ഒന്നുമില്ല, എണ്ണയില്ല, സോപ്പില്ല. വളരെയധികം കഷ്ടപ്പെട്ട്. അമ്മയെ വിളിക്കാൻ ചോദിക്കുമ്പോഴത്തേക്ക് പൈസ എടു കാർഡ് വാങ്ങിച്ചിട്ട്. അപ്പം ഞാൻ എവിടെ നിന്നാണ് പൈസ എടുത്ത് കൊടുക്കണം? എൻ്റെ പൈസയില്ല, ഒന്നുമില്ല. അങ്ങനത്തെ അവസ്ഥയിൽ ഞാൻ ഒരുപാട് കരഞ്ഞും വിളിച്ചൊക്കെ. പിന്നെ ഞാൻ എൻ്റെ സങ്കടം കണ്ട് ചിലപ്പോഴൊക്കെ അവർ ഈ കാർഡ് അവരുടെ ഇതിൽ നിന്ന് തന്നെ 1 റിയാലിൻ്റെ കാർഡൊക്കെ വാങ്ങിച്ചിട്ട് അവരെനിക്ക് വിളിച്ചു തരും. ഞാൻ അമ്മയോടൊക്കെ അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ ഹലോ എന്നല്ല ഞാൻ എൻ്റെ സൗണ്ട് അമ്മയെ കേൾക്കുന്നത്, കരച്ചില്ല എൻ്റെ കേട്ടോണ്ടിരുന്നത്. എൻ്റെ മക്കളെയൊക്കെ സൗണ്ടൊക്കെ ഒരുപാട് ഞാൻ കൊതിച്ചു. അവിടെയും ശരിക്കും എനിക്ക് അവിടുത്തെ അറബി എന്നോട് മോശമായിട്ടൊക്കെ പെരുമാറിയത്. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെടുത്തി അവിടെ ഇട്ട്. ആഹാരം തരാതെയും ശമ്പളം ചോദിക്കുമ്പോൾ ഒരു ചിരി മാത്രം ഒതുക്കിയിട്ട് ശമ്പളം തരത്തില്ല. അങ്ങനെ ഒരുപാട് ഇത്രയും കാര്യങ്ങൾ ഞാൻ അനുഭവിച്ചു. അവസാനം ഞാൻ ജാബിർ സാറിനെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കായംകുളത്തുള്ള ഒരു നിഷയെന്ന് പറഞ്ഞൊരു കുട്ടിയെ ഞാൻ കണ്ട് ഇവിടെ മെഡിക്കൽ എടുക്കാൻ വേണ്ടിയിട്ട് പോയപ്പോഴത്തേക്ക് ആ കുട്ടിയുടെ കയ്യിൽ നിന്ന്, ആ ഒരു കുട്ടിയാണ് എനിക്ക് ഇത്രയും സഹായിച്ചത്, എന്നെ ജാബിർ സാറിനെ വിളിക്കാനൊക്കെ സഹായിച്ചത്. അങ്ങനെ 1 മാസം കഴിഞ്ഞ് ഇതിൻ്റെ മെഡിക്കലൊക്കെ കഴിഞ്ഞുകൊണ്ട് എനിക്ക് ലേബർ കാർഡ് ഇട്ട് തന്നെ ഒരു സിം എടുത്ത് തന്നപ്പോൾ പെട്ടെന്ന് ഞാൻ ഫോൺ ഓണാക്കിയിട്ട് വാട്സപ്പ് ഓണാക്കിയപ്പോഴത്തേക്ക് എനിക്ക് ഈ പ്രവാസ ലോകത്തിൻ്റെ എന്നെ വീഡിയോ ആരാണ്ട് TV നിന്ന് പിടിച്ചിട്ട് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ഫോണിൽ. ഞാൻ അതെടുത്തിട്ട് ഈ കായംകുളത്തുള്ള കൊച്ചെനിക്ക് നമ്പർ തന്ന അവർക്ക് അയച്ചു കൊടുത്തു. ഞാൻ സിം കിട്ടിയ ഉടനെ വീട്ടിൽ പോലും ഞാൻ വിളിക്കാണ്ടാണ് അവർക്ക് ഞാൻ ചെയ്തത്, എനിക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. പിന്നെ അവർ തന്നെയാണ് ജാബിർ സാറിനെ വിളിച്ചറിയിച്ചതും. ജാബിർ സാറിൻ്റെ ഒരു എഡ്വാർഡ് എന്ന് പറഞ്ഞ സാറാണ് അവിടെ വന്ന് എന്നെ കൊണ്ടുപോയതും. അവരുടെ നിർദ്ദേശത്തിൽ തന്നെയാണ് എല്ലാം ഞാൻ പിന്നെ ചെയ്തതും. പൈസ കൊടുത്തില്ലെങ്കിൽ വേറെ കടമുണ്ട്, വാടകയ്ക്കാണ് താമസിക്കുന്നത്. അങ്ങനെ ഞാൻ ഇവിടെ ഇടിഞ്ഞാറെന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കൊച്ച് ഞാൻ ചോദിച്ചത് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ പള്ളിയിൽ വരുവാൻ. ഞങ്ങളുടെ അവിടെ പള്ളിയിൽ വന്നൊരു കൊച്ച് റീനയെന്ന് പറഞ്ഞൊരു കൊച്ചുണ്ടായിരുന്നു. ചേച്ചി ഞാനൊരു നമ്പർ തരാം, ചേച്ചി വിളിച്ച് ഇതുപോലെ പ്രവാസ ലോകത്ത് വിളിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് വന്ന് ഞാനൊന്ന് വിളിച്ചപ്പോൾ അശ്വതിയെ കിട്ടി. അശ്വതിയെ വിളിച്ച് ഞാനിങ്ങനെ വന്നു. ഈ കുട്ടി പറഞ്ഞ കഥ കേരളത്തിലെ എല്ലാവരും കേൾക്കേണ്ടതാണ്. ജോലിക്ക് എന്ന് പറഞ്ഞ് വ്യഭിചാരശാലയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന ഏജന്റുമാരുണ്ടെങ്കിൽ അവരെ നിലക്ക് നിർത്താൻ പറ്റുന്ന ഗവൺമെന്റ് ഇന്ന് കേരളത്തിലുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. പോലീസിൽ സ്വാധീനമുണ്ടായേക്കാം നിങ്ങൾക്ക്, പക്ഷേ അതിനെല്ലാം വെല്ലുവിളിക്കുന്ന രാഷ്ട്രീയ നേതൃത്വം കേരളത്തിലുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ന്യായമായി ജോലിക്ക് കൊണ്ടുപോകുകയും ജോലി കൊടുക്കുകയും ചെയ്യുന്നതിന് ഞങ്ങളെതിരല്ല. ഈ പറഞ്ഞ തരത്തിലുള്ള ദുരിതപൂർണമായിട്ടുള്ള ജീവിതം
കേട്ടുകേൾവിയില്ലാത്ത ജീവിതം. ആ കുട്ടിയെ ജാബിർ കൊണ്ടുവന്നത് എങ്ങനെയാണ് രക്ഷപ്പെടുത്തിയത്? കാറിൻ്റെ ഡിക്കിയിലിട്ട് രക്ഷപ്പെടുത്തിയെന്നാണ് പറയുന്നത്. ജാബിർ കാണിച്ച അതിസാഹസികമായ മനുഷ്യ സ്നേഹത്തിൻ്റെ, മനുഷ്യ സേവനത്തിൻ്റെ, മാനവികതയുടെ എല്ലാം അപൂർവമായിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് ആ രക്ഷപ്പെടുത്തൽ ചരിത്രം രേഖപ്പെടുത്തുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ജാബിറിനെ എങ്ങനെയാണ് അഭിനന്ദിക്കേണ്ടത് എന്ന് എനിക്ക് നിശ്ചയമില്ല. ജാബിറിൻ്റെ ധൈര്യം തന്നെയാണ് പ്രവാസ ലോകത്ത്, പ്രത്യേകിച്ച് മസ്കത്ത് പ്രദേശങ്ങളിൽ പ്രവാസികൾക്കുള്ള ഏക ആശ്വാസമായിട്ട് നിൽക്കുന്നത് എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ കുട്ടി അനുഭവിച്ച ദുഃഖത്തിൽ നമുക്കൊക്കെ സങ്കടമുണ്ട്. മനുഷ്യൻ കടന്നു പോകാൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത ഇത്തരത്തിലുള്ള ദുരിതപൂർണമായ കഷ്ടപ്പാടുകൾ നിറഞ്ഞ ഒരു ലോകത്തിലൂടെ സഞ്ചരിച്ചു പോകുന്ന നിർധനരായ മനുഷ്യരുടെ പക്ഷത്ത് നിൽക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇവരെ സമാശ്വസിപ്പിച്ച് ഞങ്ങൾ അയക്കുകയാണ്. വിട്ടുപോയ അരുൺ രവിയെ തേടിയാണ് അച്ഛൻ രവീന്ദ്രൻ ഇന്ന് പ്രവാസ ലോകത്തിലെത്തിയിരിക്കുന്നത്. അരുൺ മുമ്പ് 5 വർഷത്തോളം ബ്രിട്ടനിൽ വിദ്യാർത്ഥിയായും പാർട്ട് ടൈം ജോലിയും ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട്. ഹെവി ലൈസൻസ് എടുത്തതിന് ശേഷമാണ് അരുണിന്റെ സ്വഭാവത്തിൽ മാറ്റം വരാൻ തുടങ്ങിയിരിക്കുന്നത് എന്നാണ് അച്ഛൻ രവീന്ദ്രൻ പറയുന്നത്. ഏതെങ്കിലും ഒരു നാഷണൽ പെർമിറ്റ് വെഹിക്കിളിൽ ജോലി ചെയ്യുന്നുണ്ടാവാം എന്നാണ് അദ്ദേഹത്തിന്റെ വിശ്വാസവും. കൂടുതൽ ചോദിച്ചറിയാം അദ്ദേഹത്തിനോട് തന്നെ മകൻ എന്താണ് സംഭവിച്ചതെന്ന്. അരുണിപ്പോൾ കാണാനില്ല. ഇപ്പോഴേ നവംബർ 2018 നവംബർ മുതൽ പുള്ളിയെ കാണാൻ നാട്ടിലായിരുന്നു. വിദേശ പര്യടനെല്ലാം കഴിഞ്ഞ് നാട്ടിൽ വന്ന് പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ട്. ബിടെക് പഠിച്ച കുട്ടിയാണ്. ബിടെക്കാ? അതെ. അത് കഴിഞ്ഞിട്ട് അതിന് പറ്റിയ ജോലിയൊന്നും കിട്ടിയില്ല. എന്ത് സബ്ജക്റ്റ്? ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. അപ്പം പുള്ളി ഹെവി ലൈസൻസ് എടുത്തിട്ട് ആലപ്പുഴ APS എന്ന് പറഞ്ഞൊരു പാർസൽ സർവീസ് ഉണ്ടായിരുന്നു. അതിൽ ഹെവി ഡ്രൈവറായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഹെവി ഡ്രൈവറായിട്ട് പോയിട്ട് പിന്നെ കോയമ്പത്തൂർ, പാലക്കാട് ഇങ്ങനെയുള്ള പാർസൽ സാധനങ്ങൾ ഈ ഹെവി ഡ്യൂട്ടി വണ്ടിയിൽ കയറ്റി സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. അത് ആ കമ്പനിയുടെ ഉത്തരവാദിത്തത്തിലാണ്. അപ്പോൾ പുള്ളിക്കാരന് ഡിസ്റ്റൻസ് അനുസരിച്ചാണ് കമ്പനി ഈ പിന്നെ സാലറി കൊടുക്കുന്നത്. അപ്പം ഒരു മാസം എങ്ങനെയെങ്കിലും 10-20 രൂപയൊക്കെ കിട്ടും, അതിൽ കൂടുതലൊക്കെ കിട്ടും. കോയമ്പത്തൂർ റൂട്ടിൽ പോകും. ഡ്രൈവിങ്ങിന് നല്ല ബെറ്ററാണ് പുള്ളി. അങ്ങനെ ആ സമയത്ത് വീടുമായിട്ട് യാതൊരു പ്രശ്നങ്ങളും ഇല്ല. വീട്ടിൽ വരും, വന്നും പോവും, വീട്ടിൽ ആവശ്യത്തിന് പൈസ തരും, എല്ലാവരും നല്ല രീതിയിൽ സഹകരിക്കും, ബന്ധുക്കളുമായിട്ട് നല്ല രീതിയിൽ സഹകരിക്കും, ഒരു ബുദ്ധിമുട്ടും പ്രശ്നവുമില്ല. പാസ്പോർട്ട് റിന്യൂ ചെയ്യാൻ കൊടുത്തു. 2018 നവംബർ 28 പാസ്പോർട്ട് കൈപ്പറ്റുന്നു. അതിനുശേഷം പുള്ളി യാതൊരുവിധ കമ്മ്യൂണിക്കേഷനും ബന്ധുക്കാരുമായിട്ടും കുടുംബമായിട്ടും ഇല്ല. എന്നാൽ പരിസരം മൊത്തം അന്വേഷിച്ചു കഴിഞ്ഞാൽ ഇവനെ പോലെ ഒരു ശുദ്ധനായ ഒരു കുട്ടി ആ പരിസരത്തില്ല. എന്ന് പറഞ്ഞാൽ മറ്റുള്ള കുട്ടികളായിട്ട് അടി കൂടാനോ ഉള്ള ഹാബിറ്റ് ഉള്ള അങ്ങനെയുള്ള സ്വഭാവ രീതിയൊന്നും കുട്ടിക്കില്ല. ഇവരെല്ലാം രഹസ്യമായിട്ട് മനസ്സിൽ വെച്ചുകൊണ്ട് അത് നടക്കുന്ന ഒരു പറ്റിയാണ്. പല പ്രാവശ്യം ഞാൻ APS കമ്പനിയിൽ പോയി കണ്ടുമുട്ടി അവൻ വിളിച്ചുകൊണ്ട് പോകും. ഞങ്ങൾ അവിടെ സംസാരിക്കുക, എല്ലാ കാര്യങ്ങളും എല്ലാം അവിടെ നല്ല സ്വഭാവം, നല്ല അഭിപ്രായമാണ് അവിടെ കമ്പനിയിലും പറയുന്നത്. ബിടെക്കിന് പഠിക്കുന്ന സമയത്തും നല്ല സ്വഭാവ രീതിയാണ്. പരിസരവാസികളും കോളേജിലും എല്ലാവരും പറയുന്നതാണ്. നിങ്ങൾക്ക് എന്താ ജോലി? ഞാൻ ഓട്ടോമൊബൈൽ ഫീൽഡിൽ വർക്ക് ചെയ്യായിരുന്നു. ഇല്ല. മക്കളെത്ര? 2 കുട്ടിയാണ്. ഇവനാണ് മുതിർന്ന കുട്ടി. താഴെ കുട്ടിക്ക് ആരോഗ്യമായിട്ട് ഇത്തിരി പ്രശ്നമുണ്ട്, അതുകൊണ്ട് വീട്ടിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇയാൾ പഠിക്കുന്നതിന് ഇത്തിരി നല്ല താല്പര്യം കാണിച്ചു. അപ്പം ഞാൻ ജോലിയൊന്നും കിട്ടിയില്ല. ബിടെക് കഴിഞ്ഞിട്ട് UK പോയി പിന്നെ ഒരു സെമസ്റ്റർ എഴുതാനുള്ള പൈസയൊക്കെ കെട്ടി വെച്ചിട്ടാണ് അവിടെ പഠിച്ചത്. അപ്പം ഇവരെ വിസിറ്റിംഗ് വിസ അല്ല, സ്റ്റുഡൻറ്റ് വിസയല്ലേ ഇവർ ചെയ്യുന്നത്. അത് 2 വർഷത്തേക്കേ ഉണ്ടായിരുന്നു തോന്നുന്നു. അതിൻ്റെ പീരീഡ് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് പാർട്ട് ടൈം വർക്കൊക്കെ ചെയ്ത് അവിടെ നിന്ന് കഴിഞ്ഞുകൂടി അവിടെയും ഒരു ജോലി സ്ഥിരമായില്ല. അങ്ങനെ അവൻ്റെ കൂട്ടുകാർ വാട്സപ്പിലൂടെ അവനെ കണ്ടുമുട്ടിയതിന് ശേഷം ദുബൈയിൽ വരുത്തി. ദുബൈയിലും വന്ന് 1 മാസത്തോളം വിസിറ്റ് വിസ എന്നിട്ട് ജോലിയൊന്നും തരപ്പെട്ടില്ല. അങ്ങനെ തിരിച്ച് നാട്ടിൽ വന്നിട്ടാണ് പിന്നെ ഹെവി ലൈസൻസ് തയ്യാറാക്കിയിട്ട് സ്വന്തമായിട്ട് ഇങ്ങനെ ഡ്രൈവിങ് ചെയ്യാനും പോയി. അങ്ങനെ ഓരോ കമ്പനിക്കാർ കോൺടാക്ട് ചെയ്താണ് ഇവനെ ദൂരമൊക്കെ വിടുന്നത്. ഈ കമ്പനിയിൽ ഒടുവിൽ പോയ കമ്പനി എവിടെയൊന്നും അറിയില്ല. ഇല്ല, ആ കമ്പനിയിൽ നിന്ന് പിന്നെ ലാസ്റ്റിൽ ഞങ്ങളിവിടെ ചെന്ന് ഇങ്ങനെ കണ്ട് സംസാരിച്ചത് കഴിഞ്ഞിട്ട് ആ ഒരു സുപ്രഭാതത്തിൽ ആ കുട്ടി കമ്പനിയായിട്ട് ഇയാൾ വാക്ക് തർക്കത്തിലായി. അവരുമായിട്ട് പിണങ്ങി അങ്ങ് പോയി. പിന്നെ എങ്ങോട്ട് പോകുന്നൊരു പിടിയില്ല. അങ്ങനെ ഞാൻ അന്വേഷിച്ചു.
പല സ്ഥല ഏജൻസികളായിട്ട് ഞാൻ സംസാരിച്ചു. അപ്പം പറയുന്നത് ആന്ധ്ര, കർണാടക ഇങ്ങനെ റൂട്ടിലാണ് പോകുന്നത്. ഒരു പ്രാവശ്യം ഞങ്ങൾ ഏജൻസിയിൽ ഇങ്ങനെ കണ്ടുമുട്ടിയെന്നല്ല, ഞങ്ങൾക്ക് യാതൊരു പരിചയമില്ല. ഞങ്ങളായിട്ട് യാതൊരു കമ്മ്യൂണിക്കേഷനും ഇല്ല. അല്ല, നിങ്ങളായിട്ട് ബന്ധം ഇല്ലാതിരിക്കാൻ വല്ല കാരണമുണ്ടോ? ഒരു കാരണമില്ല. കുട്ടി വിവാഹം കഴിച്ചിട്ടില്ല. മറ്റുള്ള യാതൊരു പ്രശ്നങ്ങളൊന്നുമില്ല. കുടുംബത്തിൽ വേറെ ആരും മത്സരിക്കാൻ അവിടെ ആരുമില്ല. പരിസരവാസികളായിട്ട് ഒരു പ്രശ്നം. അമ്മയ്ക്ക് ജോലിയുണ്ടോ? അമ്മയ്ക്ക് ജോലിയൊന്നുമില്ല. അമ്മ ഹൗസ് വൈഫാണ്. അപ്പോൾ അവർക്ക് ഇപ്പം ആരോഗ്യമായിട്ട് ഇത്തിരി പ്രശ്നമാണ്. കാൽമുട്ടുകൾക്ക് കുഴപ്പമാണ്. പിന്നെ മറ്റു വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ നിൽക്കുക. ഇവൻ മുതിർന്ന കുട്ടിയായതുകൊണ്ട് തള്ളയ്ക്ക് ഭയങ്കര വാത്സല്യമാണ്. എങ്ങനെയാണ് ഇവന് അങ്ങനെ പോയത് എന്നാണ്? ഏത് വിധത്തിൽ അവൻ തിരിഞ്ഞു പോകുന്നൊരു പിടി കിട്ടുന്നില്ല. ഭക്തിയുള്ള ആളാ? എന്തോ ഭക്തിയൊക്കെ ഉണ്ട്. ആവശ്യത്തിന് അതാ അതിക്രമിച്ചുള്ള ഭക്തിയൊന്നുമില്ല. നോർമലായിട്ടുള്ള ഭക്തിയുണ്ട്. അല്ല, അതിനൊക്കെയുള്ള വിദ്യാഭ്യാസ യോഗ്യത ഉണ്ട്. ഇതാരും പറഞ്ഞ് തിരിപ്പിക്കേണ്ട കാര്യമില്ല. ഏതോ രീതിയിൽ എങ്ങനെയാ അകപ്പെട്ടുപോയി. അപ്പം അത് ഇയാൾക്കൊരു അഭിമാനം പ്രശ്നമായതിൻ്റെ പേരിലാണ് തോന്നുന്നു ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത്. അല്ല, എന്ത് കാര്യങ്ങളും നേരിട്ട് പറഞ്ഞാൽ നമുക്ക് ചെയ്യാന്നറിയാം. സ്ത്രീകളായിട്ടുള്ള ബന്ധമാണോ? എന്തോ സ്ത്രീകളായിട്ടാണോ? സ്ത്രീകളായിട്ട് എന്ത് ബന്ധമുണ്ടെങ്കിൽ ഇവൻ നമ്മുടെ അടുത്ത് പറഞ്ഞാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. നിനക്ക് അങ്ങനെ ഏതെങ്കിലും വിധത്തിൽ ബന്ധമുണ്ടെങ്കിൽ സമൂഹം അംഗീകരിക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കാം. നമുക്ക് എതിർപ്പൊന്നുമില്ല. ഇത് അതിനെപ്പറ്റിയൊന്നും പറയുന്നില്ല. ഇയാൾ പോയിരിക്കുക. ഒരു ബന്ധമില്ല. ആ പോണതിന് മുമ്പ് എന്താ നിങ്ങളോട് പറഞ്ഞത്? പോകുന്നതിന് പോകുന്ന പറച്ചിലൊന്നുമില്ല സാർ. വളരെ കൂളാണ്. നമ്മൾ കുടുംബത്തിൽ അച്ഛനും അമ്മയും മക്കളുമായിട്ട് എങ്ങനെ കഴിയുന്ന അതേ രീതിയിലാണ് നിൽക്കുന്നത്. പോണെന്ന് പ്രത്യേകത ഒന്നും ഉണ്ടായില്ല. വേറെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അപ്പൊ ഡ്രസ്സ് മുഴുവൻ എടുത്തിട്ടാ പോയത് അതോ ഭാഗ്യം? അവന്റെ കുറച്ച് ഡ്രസ്സുകളുണ്ട്, അത്ര തന്നെ. മറ്റ് സർട്ടിഫിക്കറ്റുകളും മറ്റെല്ലാം മാറ്റി കൊണ്ടുപോയിട്ടുണ്ട്. BSc കഴിഞ്ഞിട്ടാണ് ഈ പയ്യൻ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ ബിടെക് ഇവിടെ എടുക്കുന്നത്. ഡിഗ്രി കഴിഞ്ഞിട്ടാ? ഡിഗ്രി കഴിഞ്ഞിട്ട്. എത്ര വയസ്സായി? ഒരു 37 വയസ്സ് വരും. ഇപ്പോഴ് നവംബർ 2018 നവംബർ തൊട്ടാണ് ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ ഞങ്ങൾ വിഷമിച്ചിരിക്കുക. ഇപ്പോൾ പലയിടത്തും ഡ്രൈവേഴ്സിൻ്റെ കൂടെ കാര്യങ്ങൾ അന്വേഷിക്കും പറയും അവൻ മിക്കവാറും ഇതാണ് നാഷണൽ പെർമിറ്റ് ലോറിയിലേക്ക് പോയിരിക്കും. അത് ചിലപ്പോൾ പഞ്ചാബിൽ പോവും, ആന്ധ്രയിൽ പോവും, ഒറീസയിൽ പോവും, എവിടെ വഴിയിലേക്ക് കിടന്നുറങ്ങി അങ്ങനെ സമയം വേസ്റ്റാക്കുകയാണ്. അല്ല, എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമുക്ക് അതിൽ അവന് പെൺകുട്ടിയായിട്ട് ബന്ധമുണ്ടെങ്കിലും അവൻ പറഞ്ഞാൽ ആ കുട്ടി അവന് താല്പര്യമാണ് ചെയ്തു കൊടുക്കാം. അതിലൊന്നും ബുദ്ധിമുട്ടില്ല. അത് ഈ അമ്മയ്ക്കാണെങ്കിൽ ഈ മകനെ കാണുന്നുള്ള ഏറ്റവും ആഗ്രഹത്തില്ല. അവരങ്ങ് വിഷമിച്ച് അസുഖം ബാധിച്ചിരിക്കും. അരുൺ ഇത്തരത്തിൽ അപ്രത്യക്ഷമാകേണ്ട ഒരാളാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അരുണിന് ശോഭനമായ ഭാവിയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം നിങ്ങളെപ്പോലുള്ള ആളുകളാണ് ഈ നാടിന് ഇന്നത്തെ കാലത്ത് ആവശ്യം. അധ്വാനിക്കുക, അതുപോലെ പരാജയം സമ്മതിച്ചു കൊടുക്കാതിരിക്കുക, നാട്ടിലുള്ള വ്യവസ്ഥിതിക്കെതിരെ പോരാടുക, ഇതൊക്കെ തന്നെയാണ് അരുൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചെറിയ ചെറിയ ആവശ്യങ്ങൾ ഏതെങ്കിലും തരത്തിലുണ്ടെങ്കിൽ അത് വീട്ടിൽ വന്ന് പറയാം. കാരണം നിങ്ങൾ ചെയ്ത കാര്യങ്ങളൊന്നും തന്നെ തെറ്റാണെന്ന് ഞങ്ങളാരും വിശ്വസിക്കുന്നില്ല. നിങ്ങളെ പിതാവ് പോലും വിശ്വസിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളാരും കേൾക്കുന്ന ഒരാളും അരുൺ തെറ്റ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നില്ല. അരുൺ എവിടെ പോയി എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ സങ്കടം. അരുൺ ലോകത്തിൻ്റെ ഏത് ഭാഗത്തുണ്ടെങ്കിലും ഞങ്ങളൊന്ന് അറിയിക്കണം അരുൺ, ഞാൻ ഇന്ന സ്ഥലത്തുണ്ടെന്ന്. ഞങ്ങൾ സമാധാനിക്കട്ടെ. ഞങ്ങൾക്കൊക്കെ സങ്കടമുണ്ട് കേൾക്കുമ്പോൾ, അരുൺ എവിടെയാണെന്ന് കേൾക്കുമ്പോൾ. അച്ഛൻ ഉറപ്പായിട്ട് വിശ്വസിക്കുന്നത് ഇന്ത്യയുടെ ഏതോ ഭാഗത്ത് ഏതോ വലിയ വണ്ടിയും ഓടിച്ച് ഇപ്പോഴും മകൻ നടക്കുന്നുണ്ട് എന്നാണ് അച്ഛൻ പ്രതീക്ഷിക്കുന്നത്. പാസ്പോർട്ടുണ്ട്, പാസ്പോർട്ട് പുതുക്കിയിട്ടുണ്ട്, എവിടെ ചെന്നാലും എന്തെങ്കിലും ജോലി ചെയ്യാനുള്ള കരുത്തുണ്ട്, മനസ്സുണ്ട്, അതിനുള്ള തൻ്റെ ഇടമുണ്ട് അരുൺ. ഒറ്റ കാര്യം മാത്രമേ വേണ്ടൂ, അച്ഛനൊന്ന് വിളിക്കുക പ്ലീസ്. വേറെ ഒന്നും വേണ്ട മോൻ. അച്ഛനൊന്ന് വിളിച്ച് ഞാനിവിടെ ഉണ്ട് എന്ന് പറയും. ഏറ്റവും വലിയ സങ്കടം അപ്രത്യക്ഷമാകലാണ് അരുൺ. കുടുംബത്ത്, നാട്ടിൽ എല്ലാം സങ്കടമുണ്ടാക്കലാണ്. നാട് വിട്ട് എവിടെയാണെന്നറിയാതെ മക്കൾ അലഞ്ഞു തിരിയുന്നുണ്ട് എന്ന് പറയുമ്പോൾ രക്ഷിതാക്കൾക്ക്, നാട്ടുകാർക്ക്, സുഹൃത്തുക്കൾക്ക്, ബന്ധുക്കൾക്ക് എല്ലാം സങ്കടമാണ് അരുൺ. അപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്കും സങ്കടം വന്നു. കാരണം അങ്ങനെ പോകേണ്ട ഒരു മോനല്ല അരുൺ. അരുണ് ഒരുപാട് ശോഭനമായ ഭാവിയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അരുൺ തിരിച്ചു വരണം. അരുൺ ധൈര്യമായിട്ട് മോൻ തിരിച്ചു വരണം. മോന് നല്ല ജോലി കിട്ടും. മോൻ വന്നാൽ എന്നെ വിളിക്കുക. എന്നെ കൊണ്ട് പറ്റാവുന്ന സഹായങ്ങളൊക്കെ ഞാൻ ചെയ്തു തരുന്നുണ്ട്.
ഇത്രേ അരുണിനോട് എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ സമാധാനമായിട്ട് പോകും. ഏഷ്യയിലെ പ്രവാസ ലോകം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച നമ്മൾ വീണ്ടും കാണും. അതുവരെ നന്ദി, നമസ്കാരം.